തെർമൽ എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് മൊഡ്യൂളിന്റെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിനുകളുടെ വർക്കിംഗ് ആണ്. അപ്പോൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ ഉണ്ട്, അതുപോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻസും ഉണ്ട്. പിന്നെ ഇതുവരെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാം നമ്മൾ പടം വരച്ച് തന്നെ എഴുതാനായിട്ട് പഠിക്കണം. അപ്പൊ പടം വരയ്ക്കുമ്പോൾ സ്കെയിലും പെൻസിലും തന്നെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഇനി 4 പ്രോസസ്സുകളായിട്ടാണ് നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പഠിക്കാം. 4 സ്ട്രോക്കുകൾ വരുന്നത് ഇൻടേക്ക്, നമ്മൾ അതിന് പകരം പറയുന്ന പേര് സക്ഷൻ സ്ട്രോക്ക് എന്നാണ്. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, എക്സ്പാൻഷന് വരെ നമ്മൾ പവർ എന്ന് കൂടെ പറയാറുണ്ട്. പവർ സ്ട്രോക്ക്, അതുപോലെ തന്നെ എക്സോ സ്ട്രോക്ക്. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ പവർ സ്ട്രോക്ക് എന്നായിരിക്കും കേട്ടേക്കണത്. ഇനി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇൻടേക്കിന് വരെ നമ്മൾ കേട്ടേക്കുന്നത് സക്ഷൻ സ്ട്രോക്ക് എന്നായിരിക്കും. സക്ഷൻ. അപ്പൊ ഇൻടേക്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമുക്ക് എന്തൊക്കെയാ സംഭവിക്കണേന്ന് നോക്കാം ഇതിന്റെ അകത്ത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റൺ ഉണ്ട് അല്ലെ. ഇനി നമുക്കറിയാം, ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞ സാധനത്തിന് 2 ഡെഡ് സെന്ററിന്റെ ഇടയിലാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിസ്റ്റൺ ഏറ്റവും ടോപ്പിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഡെഡ് സെന്ററിന്റെ പേരാണ് TDC, ടോപ്പ് ഡെഡ് സെന്റർ. ഇനി ഏറ്റവും താഴെ വരെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഡെഡ് സെന്ററിന്റെ പേരാണ് BDC, ബോട്ടം ഡെഡ് സെന്റർ. അപ്പൊ ഈ TDCയുടെയും BDCയുടെയും ഇടയിൽ കിടന്നുകൊണ്ടാണ് നമ്മുടെ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യണം. റെസിപ്രോക്കേറ്റ് എന്ന് പറഞ്ഞാൽ മേലോട്ട് നേരത്തോട്ട് മൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോ സ്ട്രോക്ക് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് പിസ്റ്റൺ എവിടെ നിന്ന് എങ്ങടേക്കാണ് മൂവ് ചെയ്യണേ. ഇനി മേലെ 2 വാൽവാണുള്ളത്, ഒരു ഇൻടേക്ക് വാൽവും രണ്ടാമത്തെ എക്സോസ്റ്റ് വാൽവും. അപ്പൊ ഏതൊക്കെ വാൽവ് ഓപ്പൺ ആണ്, ഏതൊക്കെ വാൽവ് ക്ലോസ് ആണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്ത് പറയേണ്ടത്. പിസ്റ്റൺ എങ്ങടേക്ക് മൂവ് ചെയ്യുന്നു, ഏതൊക്കെ വാൽവ് ഓപ്പൺ ആണ്, ഏതൊക്കെ വാൽവ് ക്ലോസ് ആണ്, പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഓരോ സ്ട്രോക്കിലും നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക് നോക്കാം. സക്ഷൻ സ്ട്രോക്കിന്റെ അകത്ത് നമ്മുടെ പിസ്റ്റൺ TDCയിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ടാണ് മൂവ് ചെയ്യണത്. TDCയിൽ നിന്ന് BDCയിലോട്ട് താഴത്തോട്ട് മൂവ് ചെയ്യും. ഇനി താഴത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് സക്ഷൻ സ്ട്രോക്കിന്റെ അകത്ത് പുറത്തുനിന്നുള്ള എയർ അകത്തോട്ട് കയറി വരാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ കാണാം, ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയിരിക്കണം. ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആണ്. ആ ഇൻടേക്ക് വാൽവിലൂടെ എയർ അകത്തോട്ട് കയറും, എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറും. പെട്രോൾ എഞ്ചിന്റെ അകത്തോട്ട് കയറുന്ന ആള് എയർ ഫ്യൂൽ മിക്സർ ആണ്, മറന്നു പോകാതിരിക്കുക. ഇനി രണ്ടാമത്തെ സ്ട്രോക്കിൽ ഇതിന്റെ അകത്ത് എയർ ഫ്യൂൽ മിക്സർ ഉണ്ട്. ആ എയർ ഫ്യൂൽ മിക്സറിനെ നമുക്ക് കംപ്രസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലോട്ട് മൂവ് ചെയ്യും, താഴെ മേലോട്ട് മൂവ് ചെയ്യും. അന്നേരം 2 വാൽവും ക്ലോസ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് എയർ ഫ്യൂൽ മിക്സർ ട്രാപ്പ് ആയി പോകും. അത് വളരെ ഹൈ പ്രഷറിലോട്ടും ടെമ്പറേച്ചറിലോട്ടും കംപ്രസ് ആവും, ചുരുങ്ങും. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ സ്ട്രോക്കിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇവിടെ എയർ ഫ്യൂൽ മിക്സർ വളരെയധികം ടൈറ്റ് ആയിട്ട് കംപ്രസ് ആയിട്ട് ഇരിക്കുക. കാരണം അതിന് എസ്കേപ്പ് ആവാൻ വേറെ സ്ഥലമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്പാർക്ക് പ്ലഗ്, ഇവിടെ ഇരിക്കുന്ന സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞ ഐറ്റം ഈ പറയുന്ന എയർ ഫ്യൂൽ മിക്സറിലോട്ട് സ്പാർക്ക് കൊടുക്കുന്നത്, തീ കൊടുക്കുന്നത്. അതൊരു ഇഗ്നൈറ്റ് ചെയ്യാണ് ചെയ്യണം, കത്തുപിടിപ്പിക്കുകയാണ് ചെയ്യണം. അങ്ങനെ കത്തുപിടിപ്പിക്കുന്ന സമയത്ത് ഇവിടെ അത്രയും ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും ഇരിക്കുന്ന എയർ ഫ്യൂൽ മിക്സർ കത്തുപിടിക്കുമ്പോൾ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. ആ പൊട്ടിത്തെറിയുടെ ശക്തിയിൽ നമ്മുടെ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യാണ്. താഴത്തോട്ട് എന്നല്ല നമ്മൾ പറയേണ്ടത്, TDCയിൽ നിന്ന് BDCയിലോട്ട് മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പവർ സ്ട്രോക്ക് എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പൊ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്ത് ഇവിടെ സിലിണ്ടറിന്റെ അകത്ത് ഒരുപാട് സ്ഥലം ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ അതിനെ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കാറുണ്ട്. ഇനി അവസാനത്തേത് നമ്മുടെ ലാസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയർ ഫ്യൂൽ മിക്സർ കത്തി വേസ്റ്റ് ഗ്യാസുകളുണ്ട്, സ്മോക്ക് ഉണ്ട്. ആ പുകേനെ നമുക്ക് പുറത്തോട്ട് തള്ളിക്കളയണം. അതിനു വേണ്ടിയിട്ട് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവണം. ഇനി തള്ളിക്കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പിസ്റ്റൺ താഴെ നിന്ന് മേലോട്ട് മൂവ് ചെയ്യണം. അതായത് BDCയിൽ നിന്ന് TDCയിലോട്ട് മൂവ് ചെയ്യണം. അന്നേരം എയർ ഫ്യൂൽ മിക്സർ പുറത്തോട്ട് എസ്കേപ്പ് ആയി പോകും. എയർ ഫ്യൂൽ മിക്സർ അല്ല, എക്സോസ്റ്റ് ഗ്യാസ്, അതായത് വേസ്റ്റ് ഗ്യാസ്, അതായത് പുക പുറത്തോട്ട് എസ്കേപ്പ് ആയി പോകും. അപ്പൊ ഇത്തരം പ്രോസസ്സുകളാണ് വരുന്നത്. അപ്പൊ വാൽവിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറണം. അതിന് വേണ്ടിയിട്ട് ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയിരുന്നു. ഈ ലാസ്റ്റ് സ്ട്രോക്കിൽ പുക പുറത്തോട്ട് തള്ളിക്കളണം. അതിന് വേണ്ടിയിട്ട് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയി. അതല്ലാത്ത ബാക്കി എല്ലാത്തിലും ഇവരെല്ലാവരും ക്ലോസ്ഡ് ആയിരിക്കും. ആദ്യത്തെ സ്ട്രോക്കിൽ ഇൻടേക്ക് വാൽവ് ഓപ്പൺ, അവസാനത്തെ സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ. അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇതിനെ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. ഇതേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് താഴെ ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കണേ. ഇപ്പൊ 4 സ്ട്രോക്കുകളെയും വിവരിച്ച് എഴുതാനും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പെട്രോൾ എഞ്ചിന്റെ അകത്തോട്ട് കയറി വരുന്ന ആള് എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സർ ആണ്, എയറിന്റെയും ഫ്യൂവലിന്റെയും കോമ്പിനേഷൻ ആണ്. പിന്നെ ഇവിടെ തീ കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞത് സ്പാർക്ക് പ്ലഗ് ആണ്. രണ്ടാമത്തെ പോയിന്റ് സ്പാർക്ക് പ്ലഗ് ആണ് അല്ലെ. ഇനി ഡീസൽ എഞ്ചിനിലോട്ട് പോയി കഴിയുമ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. അതായത് അകത്തോട്ട് കയറുന്ന ആളും പിന്നെ കത്ത് പിടിപ്പിക്കുന്ന മെത്തേഡും. ഇത് രണ്ടുമാണ് ഡീസൽ എഞ്ചിനിൽ വരുന്ന ഏക വ്യത്യാസം. ബാക്കി എല്ലാം സെയിമാണ്. ഇപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഡീസൽ എഞ്ചിനിലോട്ട് പോകുന്ന സമയത്ത് അകത്തോട്ട് കയറി വരുന്ന ആളില് ഫ്യൂവൽ ഇല്ല, എയർ മാത്രമാണ് കയറി വരുന്നത്. എയർ ഒറ്റയ്ക്കാണ് കയറി വരുന്നത്.
ഇനി കത്ത് പിടിപ്പിക്കാനായിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് അല്ല യൂസ് ചെയ്യുന്നത്, പകരം ഫ്യൂവൽ ഇഞ്ചക്ടർ. കാരണം അകത്തോട്ട് കയറുന്നത് എയർ മാത്രമാണല്ലോ, ഇനി എയറിന്റെ അകത്തോട്ട് ഫ്യൂവലിനെ നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് വ്യത്യാസമാണ് നമുക്ക് ഡീസൽ എഞ്ചിനിലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുക. അപ്പൊ ഡീസൽ എഞ്ചിന് നിങ്ങൾ സെയിം പടം തന്നെ വരച്ചാൽ മതി, സെയിം ഫിഗർ തന്നെ വരച്ചാൽ മതി, ബാക്കി എല്ലാം സെയിം. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് അകത്തോട്ട് കയറി വരുന്നത്, സക്ഷൻ സ്ട്രോക്കിൽ അകത്തോട്ട് കയറി വരുന്നത് എയർ ഒറ്റയ്ക്കാണ്, എയർ മാത്രമേ ഉള്ളൂ. ഇനി എയർ ഇതിന്റെ അകത്ത് കംപ്രഷനാവും രണ്ടാമത്തെ സ്ട്രോക്കില്. മൂന്നാമത്തെ സ്ട്രോക്കില് ഇതിന്റെ അകത്തോട്ട് ഫ്യൂവലിനെ നമ്മൾ സ്പ്രേ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മേലെ ഇരിക്കുന്ന സ്പാർക്ക് പ്ലഗ് അല്ല, പകരം ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ പറയുന്നത് ഇതിന്റെ അകത്തൊന്ന് മാർക്ക് ചെയ്യുക, ഈ പറയുന്ന ആൾക്കാരെയൊക്കെ. പിസ്റ്റൺ, സിലിണ്ടർ, ഇൻടേക്ക് വാൽവ്, എക്സോസ്റ്റ് വാൽവ്. ഇനി പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ്, ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ പകരം ഫ്യൂൽ ഇഞ്ചക്ടർ എന്നുള്ളത് ഇങ്ങനെ വരച്ച് അതിന്റെ പേരോട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ ഈ പറയുന്ന മൂന്നാമത്തെ സ്ട്രോക്കില്, പവർ സ്ട്രോക്കില് ഫ്യൂവൽ ആണ് സ്പ്രേ ചെയ്യണത്. അപ്പൊ ഫ്യൂവൽ സ്പ്രേ ചെയ്യണത് അറ്റോമൈസ്ഡ് ഫോം എന്ന് പറയും. അതായത് നമ്മള് ഫ്രാഗ്രൻസ് സ്പ്രേ ഉണ്ടല്ലോ, നമ്മൾ മേത്തടിക്കുന്ന ബോഡി സ്പ്രേ ഒക്കെ, ഈ സ്പ്രേന്റെ അകത്ത് എങ്ങനെയാണ് പുറത്തോട്ട് സ്പ്രേ വരുന്നത്, അതുപോലെ തന്നെയാണ് ഫ്യൂവൽ പുറത്തോട്ട് വരുന്നത്. വളരെ ചെറിയ പാർട്ടിക്കിൾസിന്റെ രൂപത്തിലാണ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ ഓൾറെഡി ഇവിടെ ഹെയർ ഇങ്ങനെ നമ്മൾ ഞെരുക്കി ഭയങ്കര ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും വെച്ചേക്കുക. അങ്ങനെ വയ്ക്കുന്ന സമയത്ത് അതിന്റെ അടുത്തൊരു ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ ഫ്യൂവലിന് കത്ത് പിടിക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് ഇവിടെ തീ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ സ്പാർക്ക് പ്ലഗ് ഇല്ല, പകരം അവിടെ നമ്മൾ തീ കൊടുക്കുകയാണ് ചെയ്യണത്. സ്പാർക്ക് ഉപയോഗിച്ചിട്ട് തീ കത്തിക്കുകയാണ് ചെയ്യണത്. ഇവിടെ തന്നെ കത്ത് പിടിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ ഈ ഡീസൽ എഞ്ചിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, സെൽഫ് ഇഗ്നീഷൻ എന്ന് വിളിക്കും. സെൽഫ് ഇഗ്നീഷൻ. പെട്രോൾ എഞ്ചിനെ നമ്മൾ സ്പാർക്ക് ഇഗ്നീഷൻ എന്ന് വിളിക്കുമ്പോൾ ഡീസൽ എഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് സെൽഫ് ഇഗ്നീഷൻ ആണ്. സ്വയം കത്ത് പിടിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് നമ്മൾ അതിനെ സെൽഫ് ഇഗ്നീഷൻ എന്ന് വിളിക്കും. ബാക്കി എല്ലാ പ്രോസസ്സും സെയിം തന്നെ. അടുത്ത 4 സ്ട്രോക്ക് മാറി നമ്മൾ 2 സ്ട്രോക്കിലായിട്ടാണ് വരുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിൻസ് സാധാരണ നമ്മളിപ്പോ ചില ബൈക്കുകൾ യൂസ് ചെയ്തിരിക്കുന്നത് കാണാറുണ്ട്. അതുപോലെ കൂടുതലും ഓട്ടോമൊബൈൽ അല്ലാത്ത ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഈ മരം മുറിക്കുന്ന വാളൊക്കെ ഇല്ല, അതിന്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന എഞ്ചിനൊക്കെ 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരിക്കും. അപ്പൊ അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ 2 സ്ട്രോക്ക് എഞ്ചിന്റെ പ്രത്യേകത ഞാൻ അതിന്റെ അകത്തോട്ട് പോകുന്നതിനാണ് ആദ്യം തന്നെ പറയട്ടെ. ഇനിയിപ്പോ 2 സ്ട്രോക്ക് പെട്രോളും ഡീസലും ഞാൻ തിരിച്ചു പഠിപ്പിക്കുന്നില്ല. ഇനി പെട്രോളും ഡീസലും തമ്മിലുള്ള വ്യത്യാസം 4 സ്ട്രോക്കിലുണ്ടായ അതേ വ്യത്യാസം തന്നെയാണ്. പെട്രോൾ ആണെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ ആണ് അകത്തോട്ട് വരുന്നത്, ഡീസലാണെങ്കിൽ എയർ മാത്രമാണ് അകത്തോട്ട് വരുന്നത്. പെട്രോളിലാണെങ്കിൽ തീ പിടിപ്പിക്കുന്നത് സ്പാർക്ക് പ്ലഗ് ആണ്, ഡീസലിലാണെങ്കിൽ തീ പിടിപ്പിക്കുന്നത് ഫ്യൂൽ ഇഞ്ചക്ടർ ആണ്. ഇത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് ആരൊക്കെ അകത്തോട്ട് വരുന്നത്, എങ്ങനെ തീ പിടിക്കുന്നുള്ള വ്യത്യാസപ്പെടുത്തി പറഞ്ഞാൽ മാത്രം മതി, ബാക്കി എല്ലാം സെയിം ആണ്. പിന്നെ 4 സ്ട്രോക്കിൽ നിന്ന് 2 സ്ട്രോക്കിലൂടെ നമുക്കറിയാം 4 സ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ടായിട്ട് ചുരുങ്ങാണ് ചെയ്യുന്നത് അല്ലെ. 4 എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ചുരുങ്ങും. ഇനി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ഒരു തവണ താഴ്ത്തുന്ന മേലോട്ടോ അല്ലെങ്കിൽ മേലിന് താഴ്ത്തോട്ടോ പോകുമ്പോഴാണ് നമ്മൾ അതിനൊരു സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഒരു ഡെഡ് സെന്ററിൽ നിന്ന് അടുത്ത ഡെഡ് സെന്ററിലോട്ട് മൂവ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കും. ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ട് മൂവ് ചെയ്തു, ഒരു സ്ട്രോക്കായി. ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ട് മൂവ് ചെയ്തു, അടുത്ത സ്ട്രോക്കായി. 2 സ്ട്രോക്കായി. അപ്പൊ അതുപോലെ 4 സ്ട്രോക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മുടെ 4 സ്ട്രോക്ക് എഞ്ചിൻ പവർ പ്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് കണ്ടു 4 തവണ അങ്ങനെ മൂവ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്ട്രോക്കിൽ പവർ ഉണ്ടായി. പക്ഷെ നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിന് വേറെ 2 സ്ട്രോക്ക് മതി. 2 തവണ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ തൊട്ടും അവിടെ പവർ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വിളിക്കാനുള്ള കാരണം. പക്ഷെ നമ്മൾ മേലെ കണ്ട എല്ലാ പ്രോസസ്സും കൂടെ നടക്കുകയും വേണം. മേലെ നമ്മൾ കണ്ടു ഓരോ സ്ട്രോക്കിലും ഓരോ പ്രോസസ്സാണ് നടക്കണേ. ഫസ്റ്റ് സക്ഷൻ, പിന്നെ കംപ്രഷൻ, പിന്നെ പവർ, പിന്നെ എക്സോസ്റ്റ്. ഓരോ സ്ട്രോക്കിലും പിസ്റ്റൺ ഓരോ തവണ മൂവ് ചെയ്യുമ്പോഴും ഓരോ പരിപാടി വെച്ച് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് 2 സ്ട്രോക്ക് ഉള്ളൂ. 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ട്രോക്കിലും 2 പരിപാടി വെച്ച് നടക്കണം. ഓരോ സ്ട്രോക്കിലും മൊത്തം 2 സ്ട്രോക്ക് ഉള്ളൂ, 1, 2. ഓരോ സ്ട്രോക്കിൽ 2 പരിപാടി നടക്കണം. ആദ്യത്തെ സ്ട്രോക്കിൽ സക്ഷനും കംപ്രഷനും നടക്കാൻ, രണ്ടാമത്തെ സ്ട്രോക്കിൽ പവർ നടക്കണം, എക്സോസും നടക്കണം. ഇങ്ങനെ 2 പരിപാടി ഒരേ സമയം സംഭവിക്കണം. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ പരിപാടികളാണ് ഒരുമിച്ച് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഒരു സ്ട്രോക്കിൽ ഇവിടെ ഒരേ സമയം 2 പരിപാടികൾ നടക്കുന്നുണ്ടാവും. നമുക്ക് ഇവിടെ പടം വെച്ചിട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇവിടെയുള്ള 2 സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ സക്ഷൻ കംപ്രഷൻ എന്നല്ല പേര് പറഞ്ഞത്. ഫസ്റ്റ് സ്ട്രോക്ക് അപ്വേർഡ് സ്ട്രോക്ക്, പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ട് മൂവ് ചെയ്യും. ഈ പിസ്റ്റൺ രണ്ടാമത് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ട് മൂവ് ചെയ്യും. അതിനെ നമ്മൾ ഡൗൺവേർഡ് സ്ട്രോക്ക് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ അപ്വേർഡ് സ്ട്രോക്കും ഇവിടെ ഡൗൺവേർഡ് സ്ട്രോക്കാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 സ്ട്രോക്കുള്ള. ഫസ്റ്റ് നമുക്ക് അപ്വേർഡ് സ്ട്രോക്ക് നോക്കാം. അപ്വേർഡ് സ്ട്രോക്കിൽ പിസ്റ്റൺ മേലോട്ട് മൂവ് ചെയ്തു, എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറി. ഇനി അകത്തോട്ട് കയറുന്നത് ഈ അടിയിൽ പിസ്റ്റൺ നമ്മുടെ എഞ്ചിന്റെ അടിഭാഗത്തുള്ള ക്രാങ്ക് കേസ്, ഈ ക്രാങ്ക് ഒക്കെ ഇരിക്കുന്ന ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞ ഭാഗത്തോട്ടാണ് നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ കയറുന്നത്. ഇപ്പൊ ഇവിടേക്ക് എയർ ഫ്യൂൽ മിക്സർ ആണ്.
പിസ്റ്റൺ അപ്പൊ ഇവിടെ നടന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സക്ഷൻ, ഇവിടെ സക്ഷൻ നടന്നു. ഇനി അതേസമയം മേലെ നമ്മുടെ പിസ്റ്റന്റെ മേലെയായിട്ട് തൊട്ട് മുന്നത്തെ സൈക്കിളിലെ എയർ ഫ്യൂൽ മിക്സർ ഇവിടെ കിടക്കണ്ടായിരുന്നു. ഈ പറയുന്ന എയർ ഫ്യൂൽ മിക്സർ അവിടെ ട്രാപ്പായി പോയി. എയർ ഫ്യൂൽ മിക്സറിന് വേറെ പോകാനായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എയർ ഫ്യൂൽ മിക്സർ അവിടെ ട്രാപ്പാണ്. പിസ്റ്റൺ മേലോട്ടും കൂടെ മൂവ് ചെയ്തപ്പോൾ എയർ ഫ്യൂൽ മിക്സർ കംപ്രസ്ഡ് ആയി. അപ്പൊ അവിടെ വേറെ പരിപാടികളും നടന്നു, കംപ്രഷൻ. അപ്പൊ ആദ്യത്തെ സ്ട്രോക്കിൽ തന്നെ, അപ്പോൾ സ്ട്രോക്കിൽ തന്നെ രണ്ട് പരിപാടികൾ നടന്നു. ഒന്ന് സക്ഷൻ സ്ട്രോക്ക്, രണ്ടാമത്തെ കംപ്രഷൻ സ്ട്രോക്കും. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചേക്കണേ. ഇനി മറ്റേത് ഫോർ സ്ട്രോക്കിൽ നമ്മൾ കണ്ടു എയർ ഫ്യൂൽ അകത്തോട്ട് പുറത്തോട്ട്, അല്ലെ എന്ത് സാധനം അകത്തോട്ടും പുറത്തോട്ടൊക്കെ മൂവ് ചെയ്യുന്നത് വാൽവുകൾ വഴിയായിരുന്നു. ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുന്ന വാൽവുകൾ. ഇവിടെ പോർട്ടാണ് വരുന്നത്, ഇൻടേക്ക് പോർട്ട്, അതുപോലെ തന്നെ എക്സോസ്റ്റ് പോർട്ട്. വാൽവ് വന്നിട്ട് പോർട്ടാവും. പോർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓപ്പൺ ചെയ്യാനായിട്ട് അവിടെ വാൽവൊന്നുമില്ല. പകരം ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോഴാണ് ഇവർ ഓപ്പൺ ക്ലോസ് ആവുന്നത്. പിസ്റ്റൺ ഇപ്പൊ അതെ നമ്മുടെ നേരെ പോർട്ടിന്റെ നേരെ വന്നു കഴിഞ്ഞപ്പോ, എക്സോസ്റ്റ് പോർട്ടിന്റെ നേരെ വന്നു കഴിഞ്ഞപ്പോ എക്സോസ്റ്റ് പോർട്ട് ക്ലോസ് ആയി. പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവും. ഇവിടെ വേറെ വാൽവൊന്നുമില്ല. പിസ്റ്റന്റെ മൂവ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഈ പറയുന്ന സാധനങ്ങൾ ഓപ്പണിംഗ് ക്ലോസ് ആവണേ. അതുകൊണ്ട് നമ്മൾ വാൽവിനെ അവരെ വിളിക്കുന്നത് പോർട്ടുകൾ എന്നാണ്. ബാക്ക് ടു സ്ട്രോക്ക്. അപ്പോഴത്തെ സ്ട്രോക്കിൽ നമ്മളപ്പോ രണ്ട് പരിപാടികൾ കണ്ടു, സക്ഷനും കണ്ടു, കംപ്രഷനും കണ്ടു. ഇനി രണ്ടാമത്തെ സ്ട്രോക്ക് പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്തു. പിസ്റ്റൺ അതായത് ഡൗൺവേർഡ് സ്ട്രോക്ക്. ഡൗൺവേർഡ് സ്ട്രോക്കിൽ താഴത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്ന എയർ ഫ്യൂൽ മിക്സറിനെ തള്ളുവരും. ഈ പറയുന്ന എയർ ഫ്യൂൽ മിക്സർ ഇവിടെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ നേരെ മേലോട്ട് വരും. ആ വഴിയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ പോർട്ട്. ഇവിടെ ടി പി എന്ന് പറയുന്ന കൊടുത്താണ് ട്രാൻസ്ഫർ പോർട്ട്. അപ്പൊ ട്രാൻസ്ഫർ പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സർ പിസ്റ്റന്റെ മേലോട്ട് പോകും. പക്ഷെ മേലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആണ്. എയർ ഫ്യൂൽ മിക്സർ നേരെ ഇത് കൂടെ ചാടി വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് മൊത്തം തെറ്റി പോകും. അപ്പൊ അങ്ങനെ വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫോർ സ്ട്രോക്കിൽ ഇല്ലാത്ത രീതിയിൽ പിസ്റ്റന്റെ മേലെ ചെറിയൊരു ഡിഫ്ലക്ടർ ഉണ്ട്, ഒരു ഡോം ഉണ്ട്, ഒരു മുഴ പോലെ ഉണ്ട്, ഒരു പൊക്കം ഉണ്ട് അവിടെ. ഈ പൊക്കം, ഈ ഡോം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഡിഫ്ലക്ടർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സറിനെ താഴത്തോട്ട് പോരെ നേരെ മേലോട്ട് വിടും, സിലിണ്ടറിന്റെ ഏറ്റവും മേൽഭാഗത്തോട്ട് വിടും. അപ്പൊ എയർ ഫ്യൂൽ മിക്സർ ഇത് കൂടെ സാധിക്കില്ല. ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. രണ്ടാമത്തെ സ്ട്രോക്കിൽ പിസ്റ്റൺ താഴത്തോട്ട് വരാനുള്ള കാരണം എന്താ? തന്നെ താഴത്തോട്ട് തന്നെയല്ല, ഇവിടെ കംപ്രഷൻ നടന്നായിരുന്നു. ഇതിന്റെ മേലെ സ്പാർക്ക് പ്ലഗ് ആണുള്ളത്. ആ സ്പാർക്ക് പ്ലഗ് ഇവിടെ തീ കൊടുക്കുമ്പോൾ അവിടെ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് നമ്മുടെ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലോട്ട് മൂവ് ചെയ്യാനുള്ള കാരണം. അപ്പൊ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ ഇവിടെ ഓൾറെഡി എയർ ഫ്യൂൽ മിക്സർ കത്തി തീർന്ന ഗ്യാസ് പുകയുണ്ട്. അപ്പൊ ഇവിടുന്ന് താഴെ എയർ ഫ്യൂൽ മിക്സർ മേലോട്ട് കയറി വരികയും ചെയ്തു. അപ്പൊ നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ ഞാൻ പറഞ്ഞ പോലെ നേരെ മേലോട്ടാ കയറി പോണേ. നേരെ മേലോട്ട് വന്നു കഴിയുമ്പോ ഈ താഴെയുള്ള കത്തിത്തീർന്ന ഗ്യാസ്, അതായത് പുക എന്ന് പറഞ്ഞ സാധനം എക്സോസ്റ്റ് പോർട്ട് വഴി നേരെ പുറത്തോട്ട് പോകും. അപ്പൊ ഇവിടെ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകാനുള്ള കാരണം, ഒന്ന് എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആയി, രണ്ടാമത് ഈ മേലോട്ട് പോയ എയർ ഫ്യൂൽ മിക്സർ ഈ പറയുന്ന ഗ്യാസിനെ, സ്മോക്കിനെ, പുകേനെ പുറത്തോട്ട് തള്ളും. അപ്പൊ അതുകൊണ്ടാണ് ഈ സാധനം പുറത്തോട്ട് പോകുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്കാവെഞ്ചിങ് എന്നാണ്. വൈവക്കൊക്കെ ചോദിക്കാൻ ഓർത്തിരുന്ന സ്കാവെഞ്ചിങ്. ഇപ്പൊ ഇവിടെ രണ്ട് പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, ഞാൻ പറയാൻ പറ്റിയ കാര്യം, ഇവിടെ ഫ്യൂല് കത്തിയാണ് നമ്മുടെ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യുന്നത്. അതായത് പവർ സ്ട്രോക്ക് ആണ് ഒന്ന് നടക്കുന്നത്, പവർ സ്ട്രോക്ക്. രണ്ടാമത് കത്തിത്തീർന്ന ഗ്യാസ് പുറത്തോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെ എക്സോസ്റ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ അവിടെ രണ്ട് സ്ട്രോക്ക് എടുക്കുന്നുണ്ട്, പവർ സ്ട്രോക്കും എക്സോസ്റ്റ് സ്ട്രോക്കും. അപ്പൊ ആദ്യത്തെ സ്ട്രോക്കില് സക്ഷനും കംപ്രഷനും, രണ്ടാമത്തെ സ്ട്രോക്കില് പവറും എക്സോസ്റ്റും. മൊത്തം 4 സ്ട്രോക്കായി. പക്ഷെ ഈ 4 സ്ട്രോക്കുകൾ തീർക്കാനായിട്ട്, 4 പ്രോസസ്സുകൾ തീർക്കാനായിട്ട് നമ്മുടെ എഞ്ചിന് ആവശ്യമായിട്ട് വന്നത് വെറും 2 സ്ട്രോക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് വിളിക്കാനുള്ള കാരണം. ഡൗൺവേർഡ് സ്ട്രോക്ക് പറഞ്ഞപ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഞാൻ പറയാൻ വിട്ടുപോയ കാരണം ഡിസ്കണ്ടിന്യൂറ്റി വന്നുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ ആദ്യത്തെ സ്ട്രോക്ക് കഴിഞ്ഞപ്പോൾ ഇവിടെ ഹൈലി കംപ്രസ്ഡ് ആയിട്ടായിരുന്നു എയർ ഫ്യൂൽ മിക്സർ ഇരുന്നത്. അതിനെ നമ്മുടെ സ്പാർക്ക് പ്ലഗ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറിന് മൂലം നമ്മുടെ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യും. പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ താഴെയുള്ള എയർ ഫ്യൂൽ മിക്സർ ട്രാൻസ്ഫർ പോർട്ട് വഴി മേലോട്ട് കയറി വരും. ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി മേലോട്ട് കയറി വരുന്ന സമയത്ത് ഇവിടെയുള്ള കത്തിത്തീർന്ന ഗ്യാസിനെ അത് തള്ളി പുറത്തോട്ട് കളയും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു, ഒന്ന് പവറും രണ്ടാമത്തത് എക്സോസ്റ്റും. അപ്പൊ അപ്വേർഡ് സ്ട്രോക്കില് കംപ്രഷനും സക്ഷനും നടന്നു, ഡൗൺവേർഡ് സ്ട്രോക്കില് പവറും നടന്നു, എക്സോസ്റ്റും നടന്നു. ഇതാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ. ഇവിടെ കമ്പാരിസൺ, നമുക്ക് 2 ടൈപ്പ് കമ്പാരിസൺ പഠിക്കാനുണ്ട്. ഒന്ന് പെട്രോൾ എഞ്ചിൻ വേഴ്സസ് ഡീസൽ എഞ്ചിൻ. ഇനി എക്സാമിന് വേറെ പേരിൽ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു പെട്രോൾ എഞ്ചിൻ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്നാണ്. ഡീസൽ എഞ്ചിൻ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്നാണ്. അപ്പൊ SI എഞ്ചിനും CI എഞ്ചിനും ആണ് പോപ്പുലർലി നമ്മുടെ പെട്രോളും ഡീസൽ എഞ്ചിനും അറിയപ്പെടുന്നത്. അപ്പൊ എക്സാമിന് അതുപോലെ തന്നെ ചോദിക്കും, കമ്പയർ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ SI എഞ്ചിൻ ആൻഡ് CI എഞ്ചിൻ. സ്പാർക്ക് ഇഗ്നിഷൻ, സ്പാർക്ക് പ്ലഗ് ഉള്ള എഞ്ചിൻ എന്ന് പറഞ്ഞ പെട്രോൾ എഞ്ചിനാണ്.
ഈ കമ്പർഷൻ ഇഗ്നീഷൻ സ്പാർക്ക് പ്ലഗ് ഇല്ലാതെ കമ്പർഷൻ മൂലം മാത്രം കത്തുപിടിക്കുന്നത് ഡീസൽ എഞ്ചിനാണ്, ഓർത്തിരിക്കുക. ഇനി 7 കാര്യങ്ങളാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ഈ സാധനം പഠിക്കുക. ഓക്കെ, 7 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ചാർജ് കോമ്പോസിഷൻ. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അകത്തോട്ട് കയറി വരുന്നത് എന്നുള്ള, സെക്ഷൻ സ്ട്രോക്കിൽ ആരാണ് അകത്തോട്ട് കയറി വരുന്നത് അയാളെ നമ്മൾ ചാർജ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം പെട്രോൾ എഞ്ചിനിൽ അകത്തോട്ട് കയറി വരുന്നത് എയർ ഫ്യൂൽ മിക്സർ ആണ്. ഡീസൽ എഞ്ചിനിൽ അകത്തോട്ട് കയറി വരുന്നത് എയർ മാത്രമാണ്, ഒൺലി എയർ. ഇനി ഫ്യൂവൽ സപ്ലൈ, ഫ്യൂവൽ അകത്തോട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി പെട്രോൾ എഞ്ചിന്റെ അകത്ത് ഈ എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ കാർബറേറ്ററാണ്. പക്ഷെ ഡീസൽ എഞ്ചിനിലോട്ട് വരുമ്പോൾ അങ്ങനെ എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യാനായിട്ട് വെളിയിലൊരാൾ വേണ്ട. കാരണം ഡീസൽ എഞ്ചിന്റെ അകത്ത് എയറും ഫ്യൂവലും തമ്മിൽ മിക്സ് ആവുന്നത് എഞ്ചിന്റെ അകത്ത് തന്നെയാണ്. അതായത് സക്ഷൻ സ്ട്രോക്കിന്റെ അകത്ത് എയർ മാത്രമാണ് അകത്തോട്ട് കയറി വരുന്നത്. രണ്ടാമത് ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത് ഫ്യൂൽ ഇഞ്ചക്ടറാണ്. ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞ ആളാ അല്ലെ. അപ്പൊ അവിടെയാണ് ഈ എയർ ഫ്യൂൽ മിക്സിങ് നടക്കണേ. അതായത് എഞ്ചിന്റെ അകത്ത് തന്നെ, പുറത്ത് കാർബറേറ്റർ എന്ന് പറഞ്ഞ ആളിന് ആവശ്യമില്ല. അപ്പൊ ഡീസൽ എഞ്ചിന് കാർബറേറ്ററിന്റെ ആവശ്യമില്ല. ഇവിടെ ഫ്യൂവല് മിക്സ് ആവുന്നത് ഫ്യൂൽ ഇഞ്ചക്ടറാണ്. ഫ്യൂൽ ഇഞ്ചക്ടർ ഫ്യൂവലിനെ എയറിന്റെ അകത്തോട്ട് സ്പ്രേ ചെയ്യുമ്പോഴാണ് ഇവിടെ മിക്സിങ് നടക്കുന്നത്. അപ്പൊ പെട്രോൾ എഞ്ചിനിൽ കാർബറേറ്റർ ഉണ്ട്, പക്ഷെ ഡീസൽ എഞ്ചിന് കാർബറേറ്റർ ഇല്ല. ഇനി ഇഗ്നീഷൻ, കത്തുപിടിക്കുന്നത്. പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് ആണ് കത്തുപിടിപ്പിക്കുന്നത്. ഡീസൽ എഞ്ചിന്റെ അകത്ത് സെൽഫ് ഇഗ്നീഷൻ ഞാൻ പറയുന്നത് സ്വയം കത്തുപിടിക്കുക, അതായത് ഫ്യൂവൽ കത്തുപിടിക്കുന്നത് സ്വന്തമാണ്. അപ്പൊ നമ്മളിവിടെ സെൽഫ് ഇഗ്നീഷൻ എഴുതിയായിട്ടോ ഈ പോയിന്റ് സെൽഫ്, അതായിരിക്കും കുറച്ചുകൂടെ സെൽഫ് ഇഗ്നീഷൻ ആണ്. ഇനി കംപ്രഷൻ. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മുടെ കംപ്രഷൻ സ്ട്രോക്കില് ഫ്യൂവലിനെ അല്ലെങ്കിൽ ഈ ചാർജ് എന്ന് പറഞ്ഞ സാധനം എത്രത്തോളം ഞെരിക്കുന്നു എന്നുള്ളതാണ്. പെട്രോൾ എഞ്ചിന് ഒരുപാട് ഞെരിക്കേണ്ട ആവശ്യമില്ല. കാരണം പെട്രോൾ എഞ്ചിന്റെ അകത്ത് കത്തുപിടിപ്പിക്കുന്നത് സ്പാർക്ക് പ്ലഗാണ്. അപ്പൊ ഈ കംപ്രഷന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ഡീസൽ എഞ്ചിനിലോട്ട് വരുമ്പോൾ കംപ്രഷനിലാണ് എല്ലാം ഇരിക്കുന്നത്. കാരണം അവിടെ സ്പാർക്ക് പ്ലഗ് ഇല്ല. ഈ പറയുന്ന എത്രത്തോളം നന്നായിട്ട് കംപ്രസ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അത് കത്തുപിടിക്കണത്. അപ്പൊ ഡീസൽ എഞ്ചിന് കംപ്രഷൻ നല്ല രീതിയിൽ വേണം, ഹൈ കംപ്രഷൻ ആയിരിക്കണം. പെട്രോൾ എഞ്ചിന് കംപ്രഷൻ കുറവ് മതി. 6:1 അർത്ഥം എന്ന് പറഞ്ഞാൽ 6നെ 1 ചുരുക്കുന്ന. പക്ഷെ ഡീസൽ എഞ്ചിൻ കണ്ടോ 12 എന്ന് പറഞ്ഞ സാധനത്തിന് 1 ചുരുക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ കംപ്രഷൻ വരുന്ന ഡീസൽ എഞ്ചിനാണ്. നിങ്ങൾ ഈ വാല്യൂ ചെയ്തതിന് പകരം കംപ്രഷൻ റേഷ്യോ പെട്രോൾ എഞ്ചിന് കുറവ്, ലോ കംപ്രഷൻ റേഷ്യോ ഡീസൽ എഞ്ചിന് ഹൈ കംപ്രഷൻ റേഷ്യോ എന്ന് ഇതായാലും മതി, കുഴപ്പമില്ല. ഇനി വർക്കിംഗ് സൈക്കിളിലോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടു, വർക്കിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ, നമ്മൾ പാർട്ട് 1 പഠിച്ച എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത്. പെട്രോൾ എഞ്ചിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിളാണ്. ഡീസൽ എഞ്ചിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞത് ഡീസൽ സൈക്കിളാണ്. ഇനി കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ്, ഒരാൾക്ക് ലോയും മറ്റേ ആൾക്ക് ഹൈ ആണ്. ഇനി വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ പെട്രോൾ എഞ്ചിന് വെയിറ്റ് കുറവും കമ്പാരിറ്റീവ്ലി ഡീസൽ എഞ്ചിനിലോട്ട് വരുമ്പോൾ വെയിറ്റ് കൂടുതലാണ്. ഈ പോയിന്റ്സ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ 4 സ്ട്രോക്ക് ആൻഡ് 2 സ്ട്രോക്ക് എഞ്ചിൻസ്. 4 സ്ട്രോക്ക് എഞ്ചിൻസും 2 സ്ട്രോക്ക് എഞ്ചിൻസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ അടുത്ത കമ്പാരിസൺ എന്ന് പറഞ്ഞത് 4 സ്ട്രോക്കും 2 സ്ട്രോക്കും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് 10 പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും 7 മാർക്കിനാണ് മാക്സിമം ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പൊ 7 പോയിന്റ് മതിയാവും. ഇതുപോലെ ബോക്സ് വെച്ച് എളുപ്പമുള്ള 7 പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോക്ക് തന്നെ. 4 സ്ട്രോക്കിന് 4 സ്ട്രോക്ക് ഉണ്ട്, 2 സ്ട്രോക്കിന് 2 സ്ട്രോക്ക് ഉണ്ട്. അതായത് 4 സ്ട്രോക്കിനെ സംബന്ധിച്ച് 4 സ്ട്രോക്കിലാണ് മൊത്തം പ്രോസസ്സുകളും പൂർത്തീകരിക്കുന്നത്. 2 സ്ട്രോക്കിന് അതേസമയം 2 സ്ട്രോക്ക് മതി എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻ 4 സ്ട്രോക്ക് ഇടുമ്പോഴാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിൻ 2 സ്ട്രോക്കിൽ തന്നെ പവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ക്രാങ്ക് കേസ് ആയിട്ടുള്ള ബന്ധം, നമ്മൾ 4 സ്ട്രോക്ക് പഠിച്ചപ്പോ അതിന്റെ അകത്ത് ഈ പറയുന്ന ക്രാങ്ക് കേസിന് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. പക്ഷെ 2 സ്ട്രോക്കിൽ ക്രാങ്ക് കേസിന് ഇമ്പോർട്ടൻറ്റ്. ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിസ്റ്റന്റെ അടിഭാഗം, ഈ വരുന്ന ഭാഗം ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? അതായത് ഇവിടെ ക്രാങ്ക് കേസിന്റെ അകത്തോട്ടാണ് എയർ ഫ്യൂൽ മിക്സർ കയറി വരുന്നത്. അപ്പൊ അങ്ങനെ കയറി വരുമ്പോ ഈ മേലും താഴെ തമ്മില് ലീക്കേജ് ഉണ്ടാവരുത്. അതായത് ഇവിടെ നിന്നുള്ള എയർ ഫ്യൂൽ മിക്സർ ഇതുവഴി മേലോട്ട് ലീക്ക് ആവരുത്. അത് ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ 2 സ്ട്രോക്കിന്റെ കേസിൽ ഈ താഴെയുള്ള ക്രാങ്ക് കേസ് മേലുള്ള ഭാഗം തമ്മിൽ പക്ക സീൽഡ് ആയിരിക്കണം. നമ്മൾ അതിനെ വിളിക്കുന്നത് കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്ന ടേം ഹെർമെറ്റിക്കലി സീൽഡ്. അതായത് ഒരു സാധനം പോലും വെളിയിലോട്ടോ അകത്തോട്ടോ കയറുന്നത് അത്രയ്ക്ക് പക്കയായിട്ട് സീലായിരിക്കണം. ഇപ്പൊ 2 സ്ട്രോക്കിന്റെ കേസിൽ ക്രാങ്ക് കേസ് സീൽഡ് ആയിരിക്കണം. 4 സ്ട്രോക്കിന്റെ കേസിൽ അങ്ങനെ സീലായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലോസ്ഡ് ആണ്, പക്ഷെ പക്ക സീൽഡ് ഹെർമെറ്റിക്കലി, അതായത് ഒരു സാധനം വെളിയിലോട്ട് പോകാത്ത രീതിയിൽ ക്ലോസ് ആയിരിക്കണം നിർബന്ധമില്ല. ഇനി ലൂബ്രിക്കേഷൻ ഓയിലിന്റെ കൺസെപ്ഷനിലോട്ട് വരുമ്പോ നമ്മുടെ 2 സ്ട്രോക്കിന്റെ അകത്ത് നമ്മൾ കണ്ടുണ്ടാവും ഈ RX 100 പോലുള്ള ബൈക്കുകളിലൊക്കെ 2 സ്ട്രോക്ക് എഞ്ചിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ലൂബ്രിക്കേഷൻ ഓയില് ഇവര് നമ്മുടെ ഡീസൽ അടിക്കുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ ഓയിൽ പൊട്ടിച്ച് ടാങ്കിലോട്ട് ഒഴിക്കുന്നതാണ്. അപ്പൊ ലൂബ്രിക്കേഷൻ ഓയിൽ ഇവിടെ ഫ്യൂവലായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണം.
പക്ഷെ ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. ഇവിടെ ലൂബ്രിക്കേഷൻ ഓയിൽ താഴെ ഓയിൽ ചെമ്പ് എന്ന് പറയുന്ന സാധനത്തിലാണ് സ്റ്റോർ ചെയ്യാറുള്ളത്. ശേഷം ആ ലൂബ്രിക്കേഷൻ ഓയിൽ സർക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പമ്പും ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അഡ്മിഷൻ ഓഫ് ചാർജ്, അതായത് അകത്തോട്ട് കയറി വരുന്ന ആള് ഇതിക്കൂടെയാണ് അകത്തോട്ട് കയറി വരുന്നത്. നമ്മൾ കണ്ടു ഫോർ സ്ട്രോക്കിന്റെ അകത്ത് എയർ ആയിക്കോട്ടെ, എയർ ഫിൽ മിക്സർ ആയിക്കോട്ടെ, നേരെ സിലിണ്ടറിന്റെ അകത്തോടെ കയറി വരുന്നത് അല്ലെ, നേരെ എഞ്ചിൻ സിലിണ്ടറിലോട്ട് കയറി വരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് അഡ്മിഷൻ ഓഫ് ചാർജ് അകത്തോട്ട് കയറി വരുന്നത് ഫസ്റ്റ് ക്രാങ്ക് കേസിലോട്ട് കയറി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ പോർട്ട് വഴിയാണ് സിലിണ്ടറിന്റെ അകത്തോട്ട് കയറുന്നത്. അപ്പൊ അതൊരു വ്യത്യാസമാണ്. ഇനി എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് വരുന്ന രീതി, ഇതിന്റെ അകത്ത് ഫോർ സ്ട്രോക്കിന്റെ അകത്ത് എക്സോസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റ് സ്ട്രോക്കില് എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തോട്ട് പോകും. ടു സ്ട്രോക്കിൽ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, അടിയിൽ നിന്ന് എയർ ഫ്യൂൽ മിക്സർ മേലോട്ട് കയറി വരുമ്പോ അത് നമ്മുടെ മേലെയുള്ള കത്തിത്തീർന്ന ഗ്യാസിനെ, എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തോട്ട് തള്ളിക്കളയാണ് ചെയ്യുന്നത്. ആ തള്ളിക്കളയുന്നതിന് ഒരു പേരുണ്ട്, ഞാൻ പറഞ്ഞു സ്കാവെഞ്ചിങ്. അപ്പൊ ഇവിടെ എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തോട്ട് തള്ളിക്കളയുന്നത് സ്കാവെഞ്ചിങ് ഓപ്പറേഷൻ വഴിയാണ്. നമുക്ക് 7 പഠിച്ചാൽ ഇപ്പൊ 6 പഠിച്ചില്ലേ, ഇനിയിപ്പോ ഒരു 2-3 കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 7ാമത്തെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. പിന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി, ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി ലോ ആണ്. മറ്റേ ആയിട്ട് മെക്കാനിക്കൽ എഫിഷ്യൻസി, ടു സ്ട്രോക്കിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി ഹൈ ആണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി ബന്ധപ്പെടുന്ന എത്രത്തോളം പ്രോസസ്സുകൾ വരുന്ന രീതിയിലാണ്. ഇവിടെ നമുക്ക് കാണാം 4 സ്ട്രോക്ക് വേണം, അപ്പൊ കുറച്ചും കൂടെ എഫിഷ്യൻസി കുറവാണ്. ഇവിടെ 2 സ്ട്രോക്ക് മതി, അതുകൊണ്ട് എഫിഷ്യൻസി കൂടുതലാണ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇവിടേക്ക് യൂസ് ചെയ്യുന്നതിനോട് ബേസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ അവസാനത്തെ നോയിസ് ആണ്. നോയിസ് നമ്മുടെ ഫോർ സ്ട്രോക്കിന് കുറവും, ഫോർ സ്ട്രോക്കിന് നോയിസ് കൂടുതലും, ടു സ്ട്രോക്കിന് നോയിസ് കുറവാണ്. അപ്പൊ ഈ പോയിന്റുകൾ എന്റെ പേരെങ്കിലും 7 നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം.